good morning. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോർഷൻ പഠിച്ചിരുന്നു, കോൺകോർഡ്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് പറയുന്നത്. Do you remember what is concord? If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. Ormendalo. But as a special case, first person singular I is considered as plural. അതുകൊണ്ട് I ഫോളോ ചെയ്യുന്ന verb എന്തായിരിക്കും? Plural ആയിരിക്കും. അതാണ് കോൺകോർഡിന്റെ ജനറൽ റൂൾ. Concord means subject verb agreement. There should be an agreement between subject and verb. If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. But as a special case, first person singular I is considered as plural. പിന്നീട് എന്താ പറഞ്ഞിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂസ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. The subject noun news always takes a singular verb. പിന്നെന്താ പറഞ്ഞത്? If the subject is an amount or a measurement, സബ്ജക്റ്റ് ഒരു എമൗണ്ടോ മെഷർമെൻറ്റോ ആണെങ്കിൽ, ഒരു തുകയോ അളവോ ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. ഓക്കെ. പിന്നീട് പറയുന്നത് കളക്റ്റീവ് നൗൺസിന്റെ കാര്യം. പീപ്പിൾ, പോലീസ്, ക്യാറ്റിൽ തുടങ്ങിയിട്ടുള്ള കളക്റ്റീവ് നൗൺസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും പ്ലൂറലായിരിക്കും എന്ന് പറഞ്ഞു. Collective nouns means which shows a collection. Collective nouns like cattle, people and police always take plural verbs. People or police or cattle ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും പ്ലൂറലായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇനി നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. The team is playing well today. The team are taking rest. ഈ രണ്ട് സെന്റൻസിലെയും സബ്ജക്റ്റ് the ടീമാണ്. എന്നാൽ ഫസ്റ്റ് സെന്റൻസിലെ വെർബ് ഈസ്, സെക്കൻഡ് സെന്റൻസിലെ വെർബ് ആർ. അതെങ്ങനെയാണ്? ഒരു സബ്ജക്റ്റ് വന്ന് രണ്ടു വെർബില്ല. ടീം എന്ന് പറയുന്ന സബ്ജക്റ്റ് പിന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഇതും ഒരു കളക്ഷനെയാണ് കാണിക്കുന്നത് അല്ലേ? ടീം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ്. പീപ്പിൾ, പോലീസ്, കാറ്റിൽ തുടങ്ങിയ കളക്റ്റീവ് നൗൺസിന്റെ കാര്യത്തിൽ നമ്മൾ റൂൾ പറഞ്ഞു. Collective nouns like people, police, cattle always take plural verbs. ഇവിടെ ടീം ഒരു കളക്റ്റീവ് നൗണാണ്. കമ്മിറ്റി കളക്റ്റീവ് നൗണാണ്. ക്ലാസ് കളക്റ്റീവ് നൗണാണ്. സ്റ്റാഫ് കളക്റ്റീവ് നൗണാണ്. ഓഡിയൻസ് കളക്റ്റീവ് നൗണാണ്. ഗവൺമെന്റ് കളക്റ്റീവ് നൗണാണ്. ക്യാബിനറ്റ് കളക്റ്റീവ് നൗണാണ്. ഓക്കെ. ഇപ്പോൾ certain other collective nouns like team, committee, class, staff, audience, government, cabinet, etc. The verb will be singular if it is counted as a single body.
and the verb will be plural if it is counted as members of the body. ആ സെൻസിന്റെ മീനിങ് നോക്കി. The team is playing well today. ടീം ഇന്ന് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. The team are taking rest. ടീം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. The team is playing well today. ടീം ഇന്ന് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ടീം ആസ് എ സിംഗിൾ ബോഡിയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ടീം ആർ ടേക്കിംഗ് റെസ്റ്റ്, ടീം റെസ്റ്റ് കൊണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടീം ആസ് മെമ്പേഴ്സ് ആണ്, എന്നുവെച്ചാൽ മെമ്പേഴ്സ് ഓഫ് ദ ടീം ആണ്. ഓക്കെ, അപ്പൊ ഈ കളക്റ്റീവ് നൗണിനെ ഒരു സിംഗിൾ ബോഡി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദ വെർബ് വിൽ ബി സിംഗുലർ. മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ആണെങ്കിൽ ദ വെർബ് വിൽ ബി പ്ലൂറൽ. വേറെ സെൻസ് നോക്കി. The cabinet was united in its decision. The cabinet were divided in their opinions. Listen, the cabinet was united in its decision. The cabinet were divided in their opinions. ഈ രണ്ട് സെൻറ്റൻസിലെയും സബ്ജക്റ്റ് ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റ് ഈസ് എ കളക്റ്റീവ് നൗൺ ലൈക്ക് ടീം, കമ്മിറ്റി, ക്ലാസ്, സ്റ്റാഫ്, ഓഡിയൻസ്, ഗവൺമെന്റ്. ഇതൊരു കളക്റ്റീവ് നൗണാണ്. ടീം, ക്യാബിനറ്റ്, കമ്മിറ്റി, ക്ലാസ്, സ്റ്റാഫ്, ഓഡിയൻസ്, ഗവൺമെന്റ് ഇങ്ങനെയുള്ള കളക്റ്റീവ് നൗൺസിൽ ഏതെങ്കിലുമാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ the verb will be singular if it is counted as a single body. ഇവിടെ ക്യാബിനറ്റിന് ഒരു സിംഗിൾ ബോഡി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. The cabinet was united in its decision. ക്യാബിനറ്റ് അതിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു എന്ന് പറയുമ്പോൾ ക്യാബിനറ്റ് ആസ് എ സിംഗിൾ ബോഡിയാണ്. എന്നാൽ the cabinet were divided in their opinions. ക്യാബിനറ്റ് ഭിന്നിച്ചു നിന്നു അവരുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാബിനറ്റ് എന്ന് പറയുന്ന ഈ സബ്ജക്ട് നൗൺ, ഈ കളക്റ്റീവ് നൗൺ അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കാവുന്ന ഈ സബ്ജക്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ ക്യാബിനറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ദ ക്യാബിനറ്റ് വെയർ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻസ്. ക്യാബിനറ്റ് അവരുടെ അഭിപ്രായങ്ങളിൽ ഭിന്നിച്ചു നിന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ certain other collective nouns like a team, committee, class, staff, audience, government, etc. The verb will be singular if it is counted as a single body, and the verb will be plural if it is counted as members of the body. Okay, got it? ഇപ്പോൾ പീപ്പിൾ, പോലീസ്, ക്യാറ്റിൽ തുടങ്ങിയിട്ടുള്ള കളക്റ്റീവ് നൗൺസിന്റെ കാര്യത്തിൽ നമ്മൾ റൂൾ പറഞ്ഞു. പീപ്പിളോ പോലീസോ ക്യാറ്റിലോ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും പ്ലൂറലായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇൻ ദ കേസ് ഓഫ് സർട്ടൺ അതർ കളക്റ്റീവ് നൗൺസ് ലൈക്ക് ടീം, ക്യാബിനറ്റ്, കമ്മിറ്റി, ക്ലാസ്, സ്റ്റാഫ്, ഓഡിയൻസ്, ഗവൺമെന്റ്, എക്സെട്ര, the verb will be singular if it is counted as a single body. Okay, second sentence, the verb will be singular if it is counted as a single body, and the verb will be plural if it is counted as members of the body. ആ ടീമും ക്യാബിനറ്റും സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സെൻസുകളിൽ സിംഗുലറും പ്ലൂറലും എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സിംഗുലർ വെർബും പ്ലൂറൽ വെർബും എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കും. സെൻറ്റൻസിന്റെ മീനിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതൊരു സിംഗിൾ ബോഡി ആയിട്ടാണോ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ ബോഡിയാണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. Have you got it?
David or his brothers go home every month. David or his brothers go home every month. Understands? Neither the teacher nor the students were present. First sentence is a verb go, plural verb. Goes singular, go plural. Second sentence is a verb plural. Where? In first sentence is a subject. But David is no subject. His brothers are no subject. David is no, his brothers are. അതുപോലെ രണ്ടുമാണ്. ഡേവിഡും സബ്ജക്റ്റാണ്, ബ്രദേഴ്സും സബ്ജക്റ്റാണ്. രണ്ടും സബ്ജക്റ്റാണ്. ഇവിടെ രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഓർ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ. സെക്കൻഡ് സെന്റൻസ് നോക്കൂ. Neither the teacher nor the students. ഇവിടെ ടീച്ചറും സബ്ജക്റ്റാണ്, സ്റ്റുഡൻസും സബ്ജക്റ്റാണ്. അതിനെ നെയ്തർ നോർ കൊണ്ട് ജോയിൻ ചെയ്തിരിക്കും. ഫസ്റ്റ് സെന്റൻസിൽ ഡേവിഡ് ഒരു സബ്ജക്റ്റ്, ബ്രദേഴ്സ് വേറെ സബ്ജക്റ്റ്. ആ രണ്ട് സബ്ജക്റ്റിനെയും ഓർ കൊണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. സെക്കൻഡ് സെന്റൻസിൽ ടീച്ചർ ഒരു സബ്ജക്റ്റ്, സ്റ്റുഡൻസ് വേറെ സബ്ജക്റ്റ്. അതിനെ നെയ്തർ നോർ കൊണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. ചില സെൻസുകളെ എയ്തർ ഓർ കൊണ്ട്, ചില സബ്ജക്റ്റുകളെ എയ്തർ ഓർ കൊണ്ട് ജോയിൻ ചെയ്യും. So when two subjects are joined by or neither nor, either or, etc. രണ്ട് സബ്ജക്റ്റുകളെ ഓർ ഉപയോഗിച്ചോ നെയ്തർ നോർ ഉപയോഗിച്ചോ എയ്തർ ഓർ ഉപയോഗിച്ച്, എയ്തർ ഓർ പോസിറ്റീവാണ്, ജോയിൻ ചെയ്യുമ്പോൾ the verb agrees with the subject nearer to it. അപ്പൊ ഇവിടെ രണ്ട് സബ്ജക്റ്റ് വരുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണ്. എന്താണ് കോൺകോർഡിന്റെ ബേസിക് റൂൾ? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ദ വെർബ് ഓൾസോ മസ്റ്റ് ബി സിംഗുലർ. ഓക്കെ. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ ദ വെർബ് ഓൾസോ മസ്റ്റ് ബി പ്ലൂറൽ. അതല്ലേ കോൺകോർഡിന്റെ ജനറൽ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട് അല്ലേ? ഡേവിഡ് ഒരു സബ്ജക്റ്റ്, ബ്രദേഴ്സ് വേറെ സബ്ജക്റ്റ്. ഡേവിഡ് സിംഗുലർ സബ്ജക്റ്റ് ആണ്, ബ്രദേഴ്സ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ആ രണ്ട് സബ്ജക്റ്റുകളെ ഓർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യും. ഈ വെർബ് എഗ്രി ചെയ്യേണ്ടത് വെർബിനോട് അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ്. എന്നുവെച്ചാൽ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. ഓക്കെ. വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. അപ്പോൾ ഡേവിഡ് ഓർ ഹിസ് ബ്രദേഴ്സ് ഗോ ഹോം എവരി മന്ത്. ഇവിടുത്തെ ഈ വെർബ് എഗ്രി ചെയ്യേണ്ടത് വെർബിനോട് അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ്, അല്ലെങ്കിൽ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ്. വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ഇവിടെ ബ്രദേഴ്സ് ആണ്, അത് പ്ലൂറലാണ്. അപ്പോൾ വെർബ് പ്ലൂറൽ ഗോ. നേരെ മറിച്ച് ബ്രദർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഗോസ് ഉപയോഗിച്ചേനെ. പിടിയിട്ടില്ല. അതുപോലെ രണ്ട് സബ്ജക്റ്റുകളെ നെയ്തർ നോർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുമ്പോഴും അതുപോലെയാണ്. ഈ നെയ്തർ നോറും എയ്തർ ഓറും മോറും ഒക്കെ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. ഇംഗ്ലീഷ് ഗ്രാമറിൽ അതിന് സ്ട്രക്ചേഴ്സ് എന്നാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ടീച്ചർ എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ, സ്റ്റുഡൻസ് എന്ന് പറയുന്ന സബ്ജക്ട് പ്ലൂറലാണ്. അതിനെ നെയ്തർ നോർ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. when two subjects are joined by neither nor. വെർബ്, ഇവിടെ വെർബ് പ്ലൂറൽ ആണല്ലോ വേറെ, അത് എഗ്രി ചെയ്യുന്നത് ആ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ്. ആ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്ട് സ്റ്റുഡൻസ് ആണ്, അത് പ്ലൂറലാണ്. അതുകൊണ്ടാണ് ഇവിടെ വെർബ് പ്ലൂറൽ ആയത്. ഇവിടെ സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ വെർബ് സിംഗുലർ ആയതിനും വാസ് ഉപയോഗിച്ചു. ഓക്കെ.
ഇപ്പോൾ രണ്ട് സബ്ജക്റ്റുകളെ ഓറോ, നെയ്തർ നോറോ, എയ്തർ ഓറോ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന സെന്റൻസുകളിൽ വെർബിന് തൊട്ടു മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. വെർബിന് തൊട്ടു മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ഈ രണ്ട് സെന്റൻസിലും വെർബിന് തൊട്ടു മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്. ബ്രദേഴ്സ്, സ്റ്റുഡൻസ്. അതുകൊണ്ട് അതിന് ശേഷം വരുന്ന വെർബ് പ്ലൂറലാവും. ഓക്കെ. അപ്പോൾ when two subjects are joined by or neither nor, either or, etc., the verb agrees with the subject which is near to the verb, അല്ലെങ്കിൽ nearer to the verb. വെർബിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. വെർബിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ജനറൽ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ഇവിടെ ബ്രദേഴ്സ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് വെർബ് പ്ലൂറൽ ഗോ. ഇവിടെ ബ്രദർ ആയിരുന്നുണ്ടെങ്കിൽ വെർബ് സിംഗുലർ ആയനെ ഗോസ്. ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് വെർബ് പ്ലൂറൽ ആവുന്നു വേറെ. ഇവിടെ സ്റ്റുഡന്റ് ആയിരുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വെർബ് സിംഗുലർ ആയനെ ഗോസ്. അപ്പോൾ when two subjects are joined by or neither nor, either or, the verb agrees with the subject which is near to the verb. The verb agrees with the subject which is near to the verb. വെർബിനോട് അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് നോക്കുക. അത് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ഓക്കെ. വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് നോക്കുക. അത് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. അപ്പൊ പിടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ആദ്യം പറഞ്ഞ ഏതാണ്? മറന്നുപോയി. Certain collective nouns like team, committee, government, audience, classes, staff, etc. The verb will be singular if it is counted as a single body, and the verb will be plural if it is counted as members of the body. Another rule: David or his brothers go home every night. Neither the teacher nor the students were present. നമ്മൾ ഇതുവരെ കേട്ട സെന്റൻസസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രണ്ട് സെന്റൻസുകളിലും രണ്ട് സബ്ജക്റ്റുകൾ. ഫസ്റ്റ് സെന്റൻസിൽ ഡേവിഡ് ഒരു സബ്ജക്റ്റ്, ബ്രദേഴ്സ് ഒരു സബ്ജക്റ്റ്. ആ രണ്ട് സബ്ജക്റ്റുകളെ ഓർ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കും. അടുത്ത സെന്റൻസിൽ ടീച്ചർ ഒരു സബ്ജക്റ്റ്, സ്റ്റുഡൻസ് ഒരു സബ്ജക്റ്റ്. ആ രണ്ട് സബ്ജക്റ്റുകളെ നെയ്തർ നോർ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കും. അപ്പൊ നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് വെയർ പ്രസന്റ്. ടീച്ചറോ സ്റ്റുഡൻസോ പ്രസന്റ് ആയിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന്റെ പോസിറ്റീവ് കൺസ്ട്രക്ഷനാണ്, സ്ട്രക്ചറാണ് എയ്തർ ഓർ. ഓക്കെ. അപ്പൊ എയ്തർ ഓറോ, നെയ്തർ നോറോ, ഓറോ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്തു വരുന്ന സെന്റൻസുകളിൽ വെർബ് എഗ്രീസ് വിത്ത് ദ സബ്ജക്ട് വിച്ച് ഈസ് നിയർ ടു ദ വെർബ്. വെർബിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. ആ വെർബ്, ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ്. വെർബിന് തൊട്ടുമുന്നിൽ കിടക്കുന്ന സബ്ജക്ട്, രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്തു വരുന്ന സെന്റൻസുകളിൽ വെർബിന് തൊട്ടുമുന്നിൽ കിടക്കുന്ന സബ്ജക്ട്, ആ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ഓക്കെ. വൺ ഓഫ് ദ പ്ലേയേഴ്സ് was selected for the national team. Each of the criminals was caught by the police. First sentence നോക്കൂ. അവിടുത്തെ സബ്ജക്റ്റ് പ്ലേയേഴ്സ് ആണോ വൺ ഓഫ് ദ പ്ലേയേഴ്സ് ആണോ? പ്ലേയേഴ്സ് ആണോ സബ്ജക്റ്റ്, വൺ ഓഫ് ദ പ്ലേയേഴ്സ് ആണ്? സംശയമില്ല, വൺ ഓഫ് ദ പ്ലേയേഴ്സ് ആണ് സബ്ജക്റ്റ്. ഓക്കെ. വെർബ് സിംഗുലർ.
ഈച്ച് ഓഫ് ദ ക്രിമിനൽസ്, ക്രിമിനൽസ് അല്ല സബ്ജക്ട്, ഈച്ച് ഓഫ് ദ ക്രിമിനൽസ് ആണ്. ക്രിമിനൽസിൽ ഓരോരുത്തരും എന്നുള്ളതാണ്. അവിടെയും വെർബ് സിംഗുലർ. കണ്ടില്ലേ? അപ്പൊ വൺ ഓഫ് ദി കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ വന്നിരിക്കുന്നു. ഈച്ച് ഓഫ് ദി കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ വന്നിരിക്കുന്നു, അല്ലേ? വൺ ഓഫ് ദി പ്ലേയേഴ്സ്, വൺ ഓഫ് ദി കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ, ബഹുവചന നാമം. പേരിനെ കുറിക്കുന്ന പദമാണല്ലോ നാമം, അതിന്റെ ബഹുവചന രൂപമാണ്. പ്ലെയർ സിംഗുലർ, പ്ലേയേഴ്സ് പ്ലൂറൽ. അപ്പൊ വൺ ഓഫ് ദി കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ വന്നിരിക്കുന്നു ഇവിടെ. വൺ ഓഫ് ദ പ്ലേയേഴ്സ്, അല്ലേ? വൺ ഓഫ് ദ ടീച്ചേഴ്സ്, വൺ ഓഫ് ദ സ്റ്റുഡൻസ്, വൺ ഓഫ് ദ മെൻ, വൺ ഓഫ് ദ പ്ലേയേഴ്സ്, വൺ ഓഫ് ദ മിനിസ്റ്റേഴ്സ്, വൺ ഓഫ് ദ ഗേൾസ്, വൺ ഓഫ് ദ ബോയ്സ്. കണ്ടോ? വൺ ഓഫ് ദി കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ വരുന്നു. ഇവിടെ ഈച്ച് ഓഫ് ദി കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ വരുന്നു. ഈച്ച് ഓഫ് ദ ക്രിമിനൽസ്. If one of the or each of these followed by a plural noun, one of these each of these ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. കേട്ടോ? If one of the or each of the is followed by a plural noun, അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ. എവരി വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ്, അതിനെല്ലാം ഫോളോ ചെയ്യുന്നത് ഒരു പ്ലൂറൽ നൗൺ ആണെന്നുണ്ടാകും. അതിന്റെ പിന്നാലെ വരുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ. ഓക്കെ, അപ്പൊ എന്താണ് റൂൾ ഇവിടുത്തെ? വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ ക്യാരീസ് ഓർ ടേക്സ് എ സിംഗുലർ വെർബ്. വൺ ഓഫ് കഴിഞ്ഞ്, ഈച്ച് ഓഫ് കഴിഞ്ഞ്, എവരി വൺ ഓഫ് കഴിഞ്ഞ്, എയ്തർ ഓഫ് കഴിഞ്ഞ്, നെയ്തർ ഓഫ് കഴിഞ്ഞ് ഒരു പ്ലൂറൽ നൗൺ വന്നാൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. ഓക്കെ, വൺ ഓഫ് ദ പ്ലേയേഴ്സ് വാസ് സെലക്ടഡ്, വൺ ഓഫ് ദ പ്ലേയേഴ്സ് വേർ സെലക്ടഡ് അല്ല, വാസ് സെലക്ടഡ് ഫോർ ദ നാഷണൽ ടീം. ഇതെല്ലാം കൺഫ്യൂസ്ഡ് സബ്ജക്ട്സ് ആണ്. നമുക്കൊരു ഡൗട്ട് ചിലപ്പോൾ വരാം, ഇത് പ്ലേയേഴ്സ് അല്ലേ ഇവിടുത്തെ സബ്ജക്ട് നമുക്ക് തോന്നാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെർബ് പ്ലൂറൽ ആവണം, പ്ലേയേഴ്സ് വേർ എന്ന് പറയുന്നത്. പ്ലേയേഴ്സ് വാസ് എന്ന് പറയില്ലല്ലോ എന്ന് കരുതാം. പക്ഷെ ഇവിടുത്തെ സബ്ജക്റ്റ് വൺ ഓഫ് ദ പ്ലേയേഴ്സ് ആണ്. വൺ ഓഫ് ദി പ്ലസ് എ പ്ലൂറൽ ആണ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വൺ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു പ്ലൂറൽ നൗൺ വന്നാൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സിംഗുലർ വെർബ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. ഈ സെനൻസിനെ ക്യാരി ചെയ്യുന്ന ഒരു സിംഗുലർ വെർബ് ആയിരിക്കും. ഓക്കെ, പിടിയിട്ടല്ലോ. അപ്പോൾ നോർത്ത് നോക്കി, ഇപ്പോൾ പറഞ്ഞ 3 റൂൾസ്. ഫസ്റ്റ് വൺ എന്താണ്? കളക്റ്റീവ് നൗൺസ് ലൈക്ക് ടീം, കമ്മിറ്റി, ഗവൺമെന്റ്, ഓഡിയൻസ്, ക്ലാസ്, സ്റ്റാഫ്, ക്യാബിനറ്റ് എറ്റ്സെട്ര. അതിൽ ഏതെങ്കിലുമാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ the verb will be singular if it is counted as a single body, and the verb will be plural if it is counted as members of the body. നമ്മൾ ആദ്യം പറഞ്ഞ റൂൾ അതാണ്. ഓക്കെ, ഇത് പിന്നീട് നിങ്ങളുടെ നോട്ട്സ് കൂടെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് റൈറ്റ് ഡൗൺ ചെയ്ത് വെച്ചിരുന്നാൽ, വായിച്ചുകൊണ്ടിരുന്നാൽ ഇത് ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും എല്ലാം ഇനി നിങ്ങൾ ഏത് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴും മനസ്സിലായി, ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ഉള്ള ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനുശേഷം ലിറ്ററേച്ചർ PGക്ക് പോയാൽ വീണ്ടും ഇംഗ്ലീഷുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് PSC എക്സാംസും ഒക്കെ എഴുതുമ്പോൾ 20 മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും
ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെനൻസസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ വൺ ഓഫ് ദ പ്ലേയേഴ്സ് were selected for the national team. Correct the following sentence. അതാണ് നമ്മൾ ഈ കോൺകോർഡിന്റെ റൂൾസ് പഠിച്ചു. രണ്ടാമത്തെ റൂൾ എന്തായിരുന്നു? When two subjects are joined by or neither nor either or, the verb agrees with the subject which is near to the verb. ഓരോ നെയ്തർ നോറോ എയ്തറോറോ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്തു വരുന്ന സെൻറ്റൻസുകളിൽ വെർബിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. എന്നുവെച്ചാൽ വെർബിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ഇപ്പോൾ പറഞ്ഞ റൂൾ എന്താണ്? വൺ ഓഫ് ദി ഓർ ഈച്ച് ഓഫ് ദി, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, എവരി വൺ ഓഫ്. ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു പ്ലൂറൽ നൗൺ വന്നാൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബലായി ഇപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ റൂൾസ് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാവുന്ന റൂൾസ്. ഓക്കെ.